ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനു വേണ്ടി നമുക്ക് തീ പോലും കത്തിക്കാതെയാണ് ഈ ഒരു അടിപൊളി ചീസ് കേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. തീ കത്തിക്കേണ്ട, ഓവൻ വേണ്ട, ഒരു പൊടികളും വേണ്ട. ഇതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഒരു കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എയറോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് പൊടിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1.5 കപ്പ് അളവിൽ വരുന്ന എയറോ റൂട്ട് ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പാക്കറ്റ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എയറോ റൂട്ട് ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കുള്ള എയറോ റൂട്ട് ബിസ്ക്കറ്റ് അല്ല, പക്ഷെ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് ഒക്കെ വരുന്ന ഒരു ബിസ്ക്കറ്റാണ്. അപ്പോൾ നിങ്ങൾ എയറോ റൂട്ട് ബിസ്ക്കറ്റ് നാട്ടിലൊക്കെ ആകുമ്പോൾ നമുക്ക് എയറോ റൂട്ട് ബിസ്ക്കറ്റ് കിട്ടുമല്ലോ, അപ്പോൾ അത് മേടിക്കുക. ഇനി നമുക്ക് ഇത് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 40-50 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നല്ല പൊടിയായിട്ട് ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, ഇത് നല്ല നൈസ് പൗഡർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് ബട്ടർ അത് നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതൊന്ന് ഒഴിക്കാനായിട്ട് ഇതിനകത്തോട്ട് കേട്ടോ. എന്നാലാണ് നമ്മുടെ ബിസ്ക്കറ്റ് ആ ഒരു ബേസ് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ബട്ടറും അതുപോലെ ബിസ്ക്കറ്റും ഇതേപോലെ ആയി വന്നിട്ടുണ്ട്. അതൊരു കേക്ക് ടിന്നിൻ്റെ പാനിലോട്ട് മാറ്റുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സ്പ്രിംഗ് ഫോം പാനിൻ്റെ ഒരു കേക്കാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോഴത്തേക്കും നമുക്ക് ആ സൈഡിൽ ഒരു ബട്ടൺ പോലെ ഒരു ക്ലിപ്പ് പോലെ ഉണ്ട്. അതൊന്ന് വിടിയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഷേപ്പിനകത്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു ഫോം പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു സാധാരണ പ്ലേറ്റിൽ നമുക്ക് ഒരു കേക്ക് ടിന്നിനകത്താണെന്നുണ്ടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അന്നേരം മുറിച്ചിട്ടൊന്ന് സെർവ് ചെയ്യണം എന്ന് മാത്രം. കാരണം നമുക്കത് ആ ഒരു കറക്റ്റ് കേക്ക് സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ അത് നമുക്ക് തിരിച്ചിട്ട് എടുക്കാൻ പറ്റില്ല ഈ ഒരു കേക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്പ്രിംഗ് ഫോം പാൻ അല്ലെങ്കിൽ കേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, നമ്മൾ ബിസ്ക്കറ്റിൻ്റെ ആ ബട്ടറിൻ്റെയും ആ പൊടി ഈ ഒരു കേക്ക് ടിന്നിനകത്ത് ഇട്ടു. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ആ ഒരു ടിന്നിൻ്റെ ഒരു ബേസ് താഴെ എല്ലായിടത്തും അത് ഒരുപോലെ ലെവൽ ചെയ്തിട്ടൊന്ന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ലെവൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്യാനുള്ളത്, ഇതുപോലത്തെ ഒരു പാത്രം വെച്ച് നമുക്കിതൊന്ന് അമർത്തി കൊടുക്കാം. അത് നല്ല ടൈറ്റായിട്ട് ആ ബിസ്ക്കറ്റ് എല്ലാം ഒരുപോലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബിസ്ക്കറ്റൊക്കെ നന്നായിട്ട് അമർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിനകത്ത് ഒരു 30 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ഫ്രിഡ്ജിനകത്ത് ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് മിക്സിയിൽ ഒരു ജാർ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഞാനത് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 30 സെക്കൻഡ് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ 30 സെക്കൻഡ് കഴിഞ്ഞു. പഞ്ചസാരയൊക്കെ നന്നായി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അവിടെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്കൊരു ക്രീം തയ്യാറാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാനിവിടെ ക്രീം ചീസാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ക്രീം ചീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് ഏകദേശം 400 ഗ്രാമിൻ്റെ ചീസാണ്, ക്രീം ചീസാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഈ ക്രീം ചീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് മധുരമൊന്നുമല്ല, ഒരു ചെറിയൊരു പുളി, ഒരു സവർ എന്നൊക്കെ പറയും, ആ ഒരു ടേസ്റ്റാണ് നമുക്കുള്ളത് ഇതിനകത്ത്. അപ്പോൾ ഞാൻ ആ ക്രീം ഇട്ടിട്ടുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമുക്കൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യാം. ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിസ്കർ വെച്ചിട്ടാണെങ്കിൽ നമുക്കിതൊന്ന് ഒരു ഇച്ചിരി സമയം എടുത്തിട്ട് ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുമ്പം ഇത് നല്ലൊരു ടെക്സ്ചറിലോട്ട് വരും. അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഒന്ന് ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടി ചേർക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, നമുക്ക് പകുതി ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നാലാണ് അത് ഒരുപോലെ എല്ലാം മിക്സായി വരത്തുള്ളൂ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു പകുതി പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ ബാക്കി പകുതിയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാര എല്ലാം ചേർത്ത് കഴിഞ്ഞു, അടിച്ചെടുത്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചുല വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ക്രീം ചീസ് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ഡബിൾ ക്രീമാണ് ചേർക്കുന്നത്. അതായത് വിപ്പിംഗ് ക്രീം, ഡബിൾ ക്രീം, ഫ്രഷ് ക്രീം എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ്. അത് ഞാൻ 350 ml ക്രീം ചേർക്കുന്നുണ്ട്. ഇത്രയും ക്രീം വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് പകുതിയായിട്ടൊക്കെ എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എത്രയാണ് ക്രീം അവൈലബിലിറ്റി ഉള്ളത് അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതൊന്ന് ബീറ്റ് ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു ഫ്രീസറിനകത്ത് ഇതൊരു
10 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞാനതൊന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതാ ഞാൻ ബീറ്റർ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് 1 മിനിറ്റോളം ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു, ബീറ്റർ ഓഫ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി മധുരം വേണ്ട. നമ്മൾ ചീസ് ചേർത്ത സമയത്ത് അതിനകത്ത് പഞ്ചസാര ചേർത്തിട്ടുള്ളതാണ് എങ്കിൽ പോലും ഞാൻ ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ ചേർത്തു എന്ന് മാത്രം. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ട് ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, ആ ഒരു ഇതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് ആക്കിയെടുത്തിട്ട് വരണം. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കണ്ടതുപോലെ ഒന്ന് പീക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അതിങ്ങനെ നമ്മളൊന്ന് എടുത്തു കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമ്മൾ അടിച്ചിരിക്കുന്ന ക്രീം ഞാനൊന്ന് ഇതുപോലെ ഒന്ന് ആ ഒരു സൈഡിൽ പറ്റിപ്പിടിച്ച് ഇരിക്കുന്നതൊക്കെ ഇങ്ങനെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ചീസും അതിൻ്റെ ഒരു പഞ്ചസാരയൊക്കെ കൂടെ ചേർത്ത് ഒരു മിക്സ് ഉണ്ടല്ലോ, അത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് പതുക്കെ പതുക്കെ മടക്കി എടുക്കുകയാണ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കറിയൊക്കെ ഇളക്കുന്നത് പോലെ ഇളക്കി എടുക്കരുത്. വളരെ പതുക്കെ ഇങ്ങനെ മടക്കി മടക്കി എടുക്കുക. ഇതിനൊരു ഫോൾഡിങ് മെത്തേഡ് എന്നാണ് പറയുക. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഒരു ചീസ് നല്ല ക്രീം ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ ഒന്ന് സെറ്റ് ചെയ്യാനൊക്കെ ഫ്രിഡ്ജിനകത്ത് ഒരു 30 മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബേസാണ്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ മേലെയാണ് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ക്രീം ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ക്രീം ഇട്ട് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവൽ ചെയ്തൊക്കെ എടുക്കണം. അപ്പം ഞാനിതൊക്കെ നന്നായിട്ടൊന്ന് ലെവലൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രിഡ്ജിനകത്ത് ഒരു മിനിമം ഒരു 7 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. ഞാനിവിടെ 8-8.5 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലാണത് കറക്റ്റായിട്ട് സെറ്റായി വരത്തുള്ളൂ. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ 8 മണിക്കൂർ കഴിഞ്ഞു. ഞാനപ്പോൾ അത് നോക്കിക്കഴിഞ്ഞപ്പോൾ കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഒരു ക്രീം കൂടെ ഞാൻ തയ്യാറാക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് 125 ml ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. വിപ്പിംഗ് ക്രീമോ അല്ലെങ്കിൽ ഇതിനെന്താ പറയുക, ഫ്രഷ് ക്രീം, ഡബിൾ ക്രീം എന്നൊക്കെ പറയും. ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒരു ടോപ്പിങ്ങിന് കേക്കിൻ്റെ ആ ഒരു നമ്മൾ ഡെക്കറേറ്റ് ചെയ്യത്തില്ലേ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു മിനിറ്റോളം മിക്സിയല്ല ബീറ്ററിനകത്ത് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുള്ളൂ, വേറെ ഒന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. വാനില എസൻസും പഞ്ചസാരയുമാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തുന്നാലും രുചി കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് വാനില എസൻസും കൂടെ ചേർത്ത് ഇതൊന്ന് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ടൊന്ന് കൊണ്ടുവരണം. അപ്പോൾ നമ്മുടെ ക്രീമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊരു സ്പാച്ചില വെച്ച് ഇതൊന്ന് സൈഡിലൊക്കെ പറ്റി പിടിച്ചതൊക്കെ ഒന്ന് വടിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാം ക്രീമൊന്നും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാനൊക്കെ നമുക്ക് തോന്നും. വളരെ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്രീമാണിത്. എന്താണെങ്കിലും ഇതാണ് നമ്മുടെ ടോപ്പിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രീം കേട്ടോ. അപ്പോൾ ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ പൈപ്പിംഗ് ബാഗ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇതാണ് ഞാൻ 8 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചീസ് കേക്ക്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത്, ഇതൊരു സ്പ്രിംഗ് ഫോം പാൻ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ക്ലിപ്പ് ഞാൻ അങ്ങ് എടുക്കുക. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ക്ലിപ്പിൻ്റെ മേൽഭാഗം നമുക്കിങ്ങനെ പൊന്തിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതാണ് ഈ ഒരു സ്പ്രിംഗ് ഫോം പാനിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മുടെ സൂപ്പർ ചീസ് കേക്ക് റെഡിയാണ്. നമുക്ക് തീ പോലും കത്തിക്കേണ്ട വന്നില്ലല്ലോ. അത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. ഇനി നിങ്ങളുടെയൊക്കെ ഓരോ അഭിരുചി അനുസരിച്ച് ഇതിൻ്റെ മേലെ നമുക്ക് ജാമൊക്കെ തൂത്ത് കൊടുക്കണമെങ്കിൽ ഒരു ലെയറായിട്ട് ജാം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒക്കെ ചെയ്യാമായിരുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല സ്ട്രോബെറിയുടെ പൾപ്പോ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഞാൻ നമ്മുടെ പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള നോസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഡെക്കറേഷനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് ചെറിയൊരു നോസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചുറ്റും എല്ലായിടത്തും ഇതുപോലെ ഒരു കുഞ്ഞൊരു പൂവ്, അല്ലെങ്കിൽ പൂവെന്നോ റൗണ്ടെന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു നമുക്ക് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറിയും കൂടെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാനൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ദാ നമ്മുടെ സൂപ്പർ ക്രീം ചീസ് കേക്ക് ഇവിടെ റെഡിയാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കേക്കാണ്, ആർക്കും ഉണ്ടാക്കാവുന്ന കേക്കാണ്. ഇതിനു വേണ്ടി പുറത്തുനിന്നായിട്ട് മേടിക്കണം എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ബിസ്ക്കറ്റ്, ക്രീം ചീസ്, അതുപോലെ ഡബിൾ ക്രീം അല്ലെങ്കിൽ വിപ്പ് ക്രീമാണ് മേടിക്കേണ്ടത്. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതൊന്ന് മുറിച്ചിട്ട് സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു കൊച്ചു സ്ട്രോബെറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിക്കാൻ ഒരു ചെറിയൊരു ഫ്രൂട്ടും കൂടെ കിട്ടുമ്പോഴത്തേക്കും നല്ലതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കാണിക്കാം കേട്ടോ. കണ്ടോ, നല്ല ക്രീമി ആയിട്ടും നല്ല എന്താ പറയുക, ഒന്ന് തൊട്ടാൽ പോലും അതങ്ങ് പോരുവാണ് ചെയ്യുന്നത്, അത്രയും ക്രീമിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള കേക്കാണ് ഈ ചീസ് കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പല എന്താ നിങ്ങളുടെ രീതിക്കൊക്കെ അനുസരിച്ച് മാറ്റം മറിക്കൊക്കെ ചെയ്യാൻ കേട്ടോ, എന്തെങ്കിലും ഫ്ലേവറൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ. അപ്പോൾ എന്തായാലും ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ ഒത്തിരി എൻജോയ് ചെയ്ത് കഴിച്ചു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.